മിശിഹായിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ കൂടെ ഈ ആലയത്തിൽ വന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കായി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ദിവസം ഈശോ ഇവിടെ ചൊരിയുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അതിന്റെ പൂർണ്ണതയിൽ നാം ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ പരിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത് ദൈവകൃപയോട് ഒരു മനുഷ്യാത്മാവ് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, സഭയുടെ ഒരു ചരിത്രം പറഞ്ഞ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാണ്. സഭയുടെ ആദ്യകാലങ്ങൾ നമുക്കറിയാം. ഈശോ ശിഷ്യന്മാർക്ക് പരിശീലനം നൽകി. തന്റെ പീഡാസഹനം കഴിഞ്ഞ് ഉത്ഥിതനായ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടും തുടർന്ന് ലോകം മുഴുവനും ഈശോയുടെ വചനം പ്രഖ്യാപിക്കാനായിട്ട് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി സ്വർഗ ആരോഹണം ചെയ്തു. അവരിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അപ്പോസ്തല ഗ്രന്ഥം ആരംഭിക്കാൻ നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവര് വചന പ്രഘോഷം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആദ്യം പരിശുദ്ധാത്മാവിനെ നിറയുന്നു എന്ന് കാണിക്കും. തുടർന്നുള്ള വചനം വായിക്കുമ്പോൾ പത്രോശ്ലീഹ അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വചനം പറയുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ ജനം മുഴുവനും ഈശോയുടെ വചനം അറിയിക്കാൻ ശിഷ്യന്മാരിറങ്ങിത്തിരിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ആദ്യ കാലഘട്ടം അങ്ങനെ വചനം പറയാൻ തുടങ്ങുന്നു. പറഞ്ഞു തുടങ്ങാൻ അധികം വൈകാതെ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. യഹൂദരുടെ ഭാഗത്തുനിന്ന് കാര്യമായ തിരസ്കരണം മാത്രമല്ല, ഇവര് വലിയ രാജ്യദ്രോഹികളെ പോലെ വിമർശനങ്ങൾക്ക് വിധേയരാകുന്നു. ആ വിമർശനങ്ങളിൽ പല വിചാരണകളിലൂടെ കടന്നു പോകുന്നു. യാക്കോബ് ശ്ലീഹയ്ക്ക് അങ്ങനെ ആദ്യം രക്തസാക്ഷിയായി മാറുന്നു. യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കിയെല്ലാവരും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയാണെങ്കിൽ തന്നെ നാട് കടത്തപ്പെടുന്ന പാത്മോസ് ദ്വീപിലേക്ക്. അവിടെ ഘോരമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുന്നു. ഈ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നവര് അടുത്ത ഒരു തലമുറയ്ക്ക് വിശ്വാസ മറ്റേ കാലഘട്ടത്തിലും ശക്തമായിട്ടുള്ള മതപീഡനത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ആദ്യത്തെ നൂറ്റാണ്ട്, 2-ാമത്തെ നൂറ്റാണ്ട്, 3-ാമത്തെ നൂറ്റാണ്ടിന്റെ ആരംഭം വരെ സഭയുടെ ഈശോയുടെ വചനം എവിടെയൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു അവിടെ മുഴുവനും ആ വിശ്വാസ സമൂഹം കഠിനമായിട്ടുള്ള മതമർദ്ദനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. രക്തസാക്ഷിത്വത്തിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് വിരാമം വരുന്നത് എപ്പോഴാ? അതായത് ആദ്യ കാലഘട്ടങ്ങളില് റോമിൽ നിന്നാണ് മതമർദ്ദനം ആരംഭിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അതിന് ചുവടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങണേ? ഏതോ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ അമ്മ, അവരൊക്കെ ഈശോയെ കുറിച്ചിട്ടുള്ള ചിന്തകളിലേക്കൊക്കെ വരുന്നു. അവര് ആരാ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ അമ്മയായ എലിസബത്ത് രാജ്ഞിയുടെ ഒക്കെ സ്വാധീനത്തില് വിശ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരം വഴി ക്രൈസ്തവ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അതായത് അതുവരെ റോമൻ രാജാക്കന്മാരുടെ അവര് കാത്തുപാലിച്ച ചില വിശ്വാസങ്ങളുണ്ട്, ചില മതവിശ്വാസങ്ങളുണ്ട്. ആ മതവിശ്വാസം അല്ലാതെ വരുന്നതിന് മുഴുവനും അവര് വിശ്വാസികളായിട്ടുള്ളവർ മുഴുവനും അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ തടസ്സം നിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവർ മുൻകൂട്ടി എടുത്ത് വെച്ചിരുന്ന തീരുമാനമാണ് റോമൻ രാജാവ് അംഗീകരിക്കാത്ത ഏതെങ്കിലും വിശ്വാസം ആരെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. ഇതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ രക്തസാക്ഷിത്വത്തിന്റെ അടിസ്ഥാന കാരണം. മതമർദ്ദനം ചുമ്മാ ഈശോയെ അങ്ങനെ തെറ്റായി പ്രബോധനം നടത്തുന്ന ഈശോ പൊട്ടയാണ് അങ്ങനെ കരുതിയിട്ടല്ല മതമർദ്ദനം ഉണ്ടായിരുന്നത്. അവരുടെ രാജ്യം അംഗീകരിക്കാൻ അതേത് വിശ്വാസം വന്നാലും അതിനെ അടിച്ചമർത്തും. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ക്രൈസ്തവർ ആ കാലഘട്ടങ്ങളിൽ കഠിനമായിട്ടുള്ള വേദനയുടെ കടന്നു പോകേണ്ടി വന്നു. ഈഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരം വഴി പിന്നെ ലഭിക്കുന്നത് ഇത് റോമൻ രാജ്യത്തിന്റെ അംഗീകൃതമായിട്ടുള്ള മതങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും രാജാവ് ഈ വിശ്വാസം തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈഡിക്റ്റ് ഓഫ് മിലാൻ ശേഷം സംഭവിക്കുന്നത്.
അപ്പൊ റോമൻ രാജാക്കന്മാര് അംഗീകരിക്കാത്ത എല്ലാ മതവിശ്വാസങ്ങളും അടിച്ചമർത്തിയിരുന്നു. മിലാൻ വിളംബരം വഴി ഇത് അംഗീകാരം കൊടുത്തു. അപ്പോ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കും അംഗീകാരം ലഭിച്ചു. ഭയങ്കര സ്വാതന്ത്ര്യമായെന്ന് മാത്രമല്ല, അവർക്ക് ഭയങ്കര പ്രിവിലേജുകൾ കിട്ടാൻ തുടങ്ങി. കാരണം എന്താ? രാജാവ് പോലും ക്രിസ്ത്യാനിയാണ്. ഇപ്രകാരം ഈ രാജാവ് പോലും ക്രിസ്ത്യാനിയാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ടൊരു ആദരവ്, ബഹുമാനമൊക്കെ കിട്ടാൻ തുടങ്ങി. സ്വാധീനം കിട്ടാൻ, സ്ഥാനമാനങ്ങൾ കിട്ടാനൊക്കെ തുടങ്ങി. പണ്ട് പേടിച്ചിരണ്ട് ഗുഹകളിലൊക്കെ പോയിരുന്നു കുർബാന അർപ്പിച്ചിരുന്നവര്. വിശ്വാസികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുമിച്ച് കൂടിയിരുന്നതൊക്കെ പകരം അവര് പുറത്തു വന്ന് കൂടാൻ തുടങ്ങി. ഈ കാലഘട്ടം അങ്ങനെ പതിയെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പെലാജിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതകാലം ചരിത്രകാരന്മാര് പറയുന്നത്. ഇങ്ങനെ ഇദ്ദേഹം പെലാജിയുസ്, ഈ വാക്കൊന്ന് പറഞ്ഞേ, പെലാജിയുസ്, തെറ്റി പറയരുത്. പറ, പെലാജിയുസ്. പെലാജിയസ് എന്ന് പറയുന്ന ഈ തത്വശാസ്ത്രജ്ഞൻ, ദൈവശാസ്ത്രജ്ഞൻ, ഇപ്രകാരം റോമിലെ ഇവിടുന്നൊക്കെ സ്ഥലങ്ങളെല്ലാം കാണാൻ വന്ന സമയത്ത് ഇദ്ദേഹം കാണാണ് മതമർദ്ദനത്തിന്റെ കാലഘട്ടങ്ങൾ വിശ്വാസം അതിതീക്ഷണമായിട്ട് കരുതിയിരുന്നവര് മതമർദ്ദനം കഴിഞ്ഞൊരു കാലഘട്ടമൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു പേടിയില്ലാതെ നടക്കുന്നു. ഞാൻ ചുമ്മാ പേടിയില്ലാതെ നടക്കുന്നത് മാത്രമല്ല, വേണ്ടത്ര രീതിയിൽ വിശ്വാസവും ഒരു വിശ്വാസിക്ക് ചേർന്ന രീതിയിൽ ജീവിക്കാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് അതുവരെ ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളാകാൻ വരെ ആഗ്രഹിച്ച് നടന്നിരുന്നവര് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അവർക്ക് വിശ്വാസവും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിലായി. പിന്നെ അവരുടെ ജീവിതം ആരൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ടോ, ആരെങ്കിലും ആക്രമിക്കാൻ വന്നവരുടെ പോലും ഈ വിശ്വാസികളുടെ അവരുടെ ഒരു ആത്മധൈര്യം കണ്ടിട്ട് പോലും ആക്രമിക്കാൻ വന്നവര് മാനസാന്തരപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്. അപ്പോഴാണ് ഒരു രീതിയിൽ വിശ്വാസം ഒരു കണിക പോലും ജീവിതത്തിൽ പാലിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം പിന്നീട് ഇങ്ങനെ നടക്കുന്നത് ഈ പെലാജിയസ് എന്ന് പറയുന്ന മനുഷ്യൻ കാണാണ്. ഇദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം തോന്നി. ഇദ്ദേഹം ഈ ഇങ്ങനെ ജനം ഇങ്ങനെ ചുമ്മാ തരപ്പാര അലമ്പ കാണിച്ച് അല്ലെങ്കിൽ ഉഴപ്പി നടക്കുന്ന വിശ്വാസ സമൂഹത്തെ കണ്ടപ്പോ ഇദ്ദേഹം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കില്ല, തോന്നിവാസം കാണിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല, ഇങ്ങനെ ചുമ്മാ ഉഴപ്പി നടന്നതിന് പേര് നിങ്ങൾ ആരും രക്ഷിക്കപ്പെടില്ല. രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നീയൊക്കെ അധ്വാനിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് മുഴുവനും ചെയ്ത് കഠിനമായിട്ടുള്ള തപശ്ചര്യകളിലൂടെ കടന്നു പോയിട്ട് കഠിനമായിട്ടുള്ള വേദന സഹിച്ച് നീ പ്രാർത്ഥിച്ച് പരിത്യാഗങ്ങൾ ചെയ്ത് നടന്ന മാത്രമേ നീ രക്ഷ പ്രാപിക്കുള്ളൂ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താ? എല്ലാവരും ഉഴപ്പി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഓരോരുത്തരും ഇങ്ങനെ ചുമ്മാ നിങ്ങൾ ഉഴപ്പി നടന്നാല് കാര്യമില്ല. നീ നന്നായിട്ട് നീ അധ്വാനിക്കണം, എന്നാലേ നീ രക്ഷിക്കപ്പെടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷേ 4-ാം നൂറ്റാണ്ടില് ഈ പഠിപ്പിച്ച ഈ പഠനത്തെ ഒരു പാഷണ്ഡതയായിട്ട് സഭ തള്ളിക്കളഞ്ഞു. അപ്പൊ പഠിപ്പിച്ചതിന്റെ തെറ്റില്ല, അപ്പൊ ഈ പാഷണ്ഡതയാണെന്ന് പ്രഖ്യാപിച്ചതാണോ പിന്നെ തെറ്റ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെയിന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗസ്റ്റിനോസ് പുണ്യവാളനാണ് ഈ പെലാജിയസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ നടത്തിയ ഈ ഒരു പഠനത്തെ തെറ്റാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ചതും ഇതിനെ എതിർത്തുകയും ചെയ്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
ഇത് മനസ്സിലായി കഴിഞ്ഞാല് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള, അതായത് ഇന്നത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിൽ ഒരു പശ്ചാത്തലം പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അഗസ്തീനോസ് തന്റെ അനുഭവത്തിന് ശേഷം പറഞ്ഞു, മാനസാന്തരപ്പെട്ട അഗസ്തീൻ ഈ പറയുന്ന പ്രസ്താവനയെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് പിന്നീട് പറയാണ്, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു തിരിച്ചു വരണമെന്നുള്ളത്. എന്റെ അമ്മ മോനിക്ക വർഷങ്ങളോളിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്റെ തിരിച്ചുവരവിന് വേണ്ടി. ഞാനതൊക്കെ കാണുന്നുണ്ടായിരുന്നു. എനിക്കുള്ളിൽ ആഗ്രഹമുണ്ട് എന്ത്, തിരിച്ചു വരണമെന്നുള്ളത്. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഒരു നാൾ ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് എന്ത് വരാൻ പറ്റി, തിരിച്ച് വരാനായിട്ട് പറ്റി. സ്വന്തം അനുഭവത്തില് അദ്ദേഹം കുറിച്ചു വയ്ക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു തിരിച്ചു വരാനായിട്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു കൃപ എനിക്ക് ലഭിച്ചപ്പോ എനിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. അപ്പൊ അഗസ്തീനോസ് ഇങ്ങനെ പറയുമ്പോ ഈ പലാജിയോസ് പഠിപ്പിച്ചതിൽ പ്രശ്നം കിടക്കുന്നത് എവിടെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പലാജിയോസ് പഠിപ്പിച്ചത് എന്താ? നീ പണിയെടുത്താൽ മാത്രം നിനക്ക് എന്ത് കിട്ടുള്ളൂ? രക്ഷ ലഭിക്കുള്ളൂ. അഗസ്തീനോസ് എന്താ പറഞ്ഞേ? ഞാൻ അങ്ങനെ പണിയെടുത്ത് നോക്കിയിട്ട് എനിക്ക് രക്ഷ ലഭിച്ചില്ല. എനിക്ക് എപ്പോഴാ പിന്നെ പറ്റിയത്? ദൈവത്തിന്റെ കൃപ കിട്ടിയപ്പോഴാണ് എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ദൈവം ഇതങ്ങനെ ഒരു പഠിക്കാനായിട്ടുള്ള സാധനമാണ്, ഞങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ബോധ്യമായിട്ട് മാറിക്കഴിഞ്ഞാല്. ഈ പലാജിയോസ് പറഞ്ഞ് നീ പണിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അഗസ്തീനോസ് പറഞ്ഞു കാര്യമില്ല. അഗസ്തീനോസ് അവിടെ നിന്ന് കുറെ കൂടി ഇതിനെ കുറിച്ച് വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കുറച്ച് ബോധ്യം വരുള്ളൂ. അതായത് ഇന്നത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നമ്മൾക്ക് പശ്ചാത്തലം പെട്ടെന്ന് മനസ്സിലാവും. ഗലീലയിലെ കാനായവരിൽ എന്താ സംഭവിച്ചത്? അവിടെ വീഞ്ഞ് തീർന്നു പോയി. പരിശുദ്ധ അമ്മ വന്ന് ഈശോ അടുത്ത് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിച്ചു എന്റെ സമയം ഇനി ആയിട്ടില്ല. പരിശുദ്ധ അമ്മ ഈ പരിചാരകന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറയുന്നത് ശരിക്കും പറഞ്ഞ ഗലീലയിലെ കാനായിൽ അത്ഭുതം സംഭവിച്ചത് എപ്പോഴാണ്, എങ്ങനെയാണ്? അവൻ പറഞ്ഞത് ചെയ്തപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണേ. വിശുദ്ധ അഗസ്തീനോസ് സഭയിൽ പഠിപ്പിച്ചു, ദൈവത്തിന്റെ ഒരു കൃപ വന്നപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്, എനിക്ക് തിരിച്ച് വരാൻ പറ്റിയത്. ഒരു മനുഷ്യാത്മാവ് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ദൈവം നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്, ദൈവം നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന് ആ ഇടപെടൽ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞിട്ടുള്ളത് അവൻ എന്നോട് പറയുന്നത് ഞാൻ ചെയ്യണം. ദൈവത്തിന്റെ ആ കൃപ സ്വീകരിച്ച് ഞാൻ പ്രവർത്തിക്കണം. അപ്പൊ ഈ അഗസ്തീനോസ് പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, ദൈവകൃപയോട് മനുഷ്യാത്മാവ് എന്ത് ചെയ്യേണ്ടത്? മനുഷ്യാത്മാവ് പണിയെടുത്തിട്ടല്ല ദൈവത്തിന്റെ കൃപ സമ്പാദിച്ച് രക്ഷ പ്രാപിക്കേണ്ടത്. അത് ഈശോ വിശുദ്ധ കുരിശിൽ നേടി തന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ദൈവകൃപയോട് സഹകരിക്കണം. ദൈവകൃപയോട് സഹകരിക്കണം. പരിചാരകരെന്താ ചെയ്തേ? ഈശോ അവരോട് പറഞ്ഞത് അവര് ചെയ്തു. ഈ ഭാഷയത്തിൽ പറയുകയാണെങ്കിൽ എന്താ? അവർ ഈശോയോട് സഹകരിച്ചു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഒരു അത്ഭുതം നടന്നു. ഇനി ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ അത്ഭുതം നടക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പറഞ്ഞിട്ടും വിചാരിച്ചിട്ടും പലതും ശരിയാവാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഈ വീഞ്ഞു കുറഞ്ഞതുപോലെ കുറെ കുറവുകൾ മാത്രമുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയായിട്ടില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? കാരണം എന്താണെന്നറിയോ? നമ്മള് സഹകരിക്കണില്ല. ആരോട്? നമ്മൾ മറ്റു പലരോടും സഹകരിക്കുന്നുണ്ട്, മറ്റ് പലതിനോടും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോയോട് മാത്രം
നമ്മൾ വേറെ പലരും പറയണത് ചെയ്യണുണ്ട്. എന്തോരം പറയണത് നമ്മൾ കേട്ടോണ്ടിരിക്കണേ. പക്ഷെ അവൻ പറയുന്നത് മാത്രം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ തിരിച്ചറിയണം. അവൻ പറയുന്നത് ചെയ്യാനായിട്ട്, ദൈവ കൃപയോട് സഹകരിക്കാനായിട്ട് ഒരു മനുഷ്യാത്മാവ് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും തെറ്റായതുകൊണ്ടല്ല, പക്ഷെ അത് പൂർത്തിയാകണ്ടേ. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് ഹ്യൂമൻ മിനിസ്ട്രീസിന്റെ കൂട്ടത്തിൽ ധോണി ധ്യാന കേന്ദ്രത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു സിസ്റ്ററിനൊരു അനുഭവം, അതെന്നെ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് എപ്പോ പറയുമ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു അനുഭവമാണ്. ഒരു സിസ്റ്റർ നിഷ്കളങ്കമായിട്ടൊരു ആഗ്രഹത്താണ് ഈശോയെ പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാര്യം ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ആ തിരുവോസ്തിയിൽ ഈശോയെ കണ്ടു എന്നുള്ളത്. ഈ സിസ്റ്റർ ഇങ്ങനെ ആഗ്രഹിച്ചു, പരിശുദ്ധ കുർബാനയില് തിരുവോസ്തിയില് ഈശോയെ കാണണം. നല്ല ആഗ്രഹല്ലേ അല്ലേ? അങ്ങനെ ഈ സിസ്റ്റർ ഇങ്ങനെ ആഗ്രഹിച്ച് ഈശോയുടെ സന്നിധിയിൽ ചെന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എപ്പോഴും ഒറ്റ ആഗ്രഹമുള്ളോ, ഈശോയെ കാണണം. കുറച്ചുനാൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല, കാണുന്നില്ല. അപ്പൊ ഈ സിസ്റ്റർ ഒരു നേരം ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെല്ലാം പിന്നിട്ടു. അപ്പോഴും പരിശുദ്ധ കുർബാന ഈശോയെ കണ്ടില്ല. അപ്പൊ ഈ ഒരു നേരം ഉപവാസം എടുത്തതിന്റെ കൂട്ടത്തിൽ ഒരു നേരവും കൂടെ കൂട്ടി 2 നേരം ഉപവാസാക്കി. അപ്പോഴും ഈശോയെ കണ്ടില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റാ? 3-ാമത്തെ നേരവും ഉപവാസം എടുത്തു. അത് ഈശോയെ കാണുന്ന വരെ ഞാൻ കഴിക്കില്ല എന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കണ്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്ററോട് ഇങ്ങനെ ഒരു പ്രചോദനം തോന്നി. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവര് ഇതുപോലെ വേറെ പലരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സിസ്റ്ററുടെ ഈ ആഗ്രഹത്തിന് കർത്താവ് ഉത്തരം കൊടുത്തു. സിസ്റ്റർ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടു. നോക്കിയേ, ഈ സിസ്റ്റർ ഈശോയെ കണ്ടത്, നിങ്ങള് ഈ സംഭവം അതേപടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഈ സിസ്റ്റർ ഈശോയെ കണ്ടത് എപ്പോഴാണ്? മറ്റുള്ളവർ ഈശോയെ, ദിവ്യകാരൻ ഈശോയെ കാണണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നവര് അവർ ഈശോയെ കാണാൻ വേണ്ടി സിസ്റ്റർ ഇന്ന് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധ ഈശോയെ കണ്ടു. അപ്പോ ഈ ഒരു നേരം ഉപവാസം എടുത്തത് തെറ്റായിരുന്നോ? 2 നേരം ഉപവാസം എടുത്തത് തെറ്റായിരുന്നോ? 3 നേരം ഉപവാസം എടുത്തത് തെറ്റായിരുന്നോ? അല്ല. പക്ഷേ ഇതൊന്നല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇത് ശരിയായി. നമ്മൾ ഈ കാര്യത്തിനൊന്ന് നന്നായിട്ട് ഈ അനുഭവം ഒന്ന് ശ്രദ്ധിച്ച്, അങ്ങനെയാണെങ്കിൽ ഈശോയെ കാണാനായിട്ട് ഈ സിസ്റ്റർ ആദ്യം എന്ത് ചെയ്താൽ മതിയായിരുന്നു? പരിശുദ്ധ കുർബാനയിൽ അങ്ങനെ ആരെങ്കിലും ഈശോയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഈ സിസ്റ്റർ ചെയ്യേണ്ടത് എന്താന്നുള്ളത് സിസ്റ്റർ കണ്ടെത്തിയിട്ട് അത് ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടെ ഈശോ ഇടപെട്ടു. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇടപെടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ ആ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഇന്നൊരു കാര്യം ചെയ്യ് എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ആ കാര്യം മാത്രം ചെയ്യില്ല. നമ്മൾ അപ്പുറത്ത് വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഒരു പാപം ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പക്ഷെ പുണ്യങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ കുഴപ്പം എന്താ?
അവൻ പറയുന്നത് ചെയ്യണം. അപ്പോ ഒരു മനുഷ്യാത്മാവ് ദൈവം തന്റെ കൃപ നൽകുമ്പോ ആ കൃപയോട് മനുഷ്യാത്മാവ് സഹകരിക്കുമ്പോ അവിടെ ദൈവത്തിന് ഇടപെടലുണ്ടാവും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ തിരുവചന ഭാഗം. 6-ാം മാസം ഗബ്രിയേൽ ദേവദൂതൻ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ മാലാഖ് മംഗളവാർത്ത അറിയിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ആലോചനയിൽ കൊണ്ടുവരണം. അവിടെ എന്താ സംഭവിക്കുന്നത്? ദൂതൻ വന്ന് മാതാവിനോട് പറയും, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നീ ഗർഭധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ. അപ്പം പരിശുദ്ധമ്മ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടും. ഈ വചനത്തിന്റെ അർത്ഥം എന്താ? ഈ അഭിവാദനം കേട്ട അവൾ അസ്വസ്ഥയായി എന്നാണ് അവൾ പറയുന്നത്. അപ്പോഴാണ് പറയുന്നത്, നീ പേടിക്കേണ്ട, നീ ദൈവസ്ഥാനിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ അത്യുന്നതനായിരിക്കും, നമ്മുടെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല. മാതാവ് എന്ത് ചോദിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അത്തിന് ശക്തി നിന്റെ മേൽ ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നത ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെന്ന് എന്റെ ചാർച്ചക്കാരി വന്ധ്യയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം. വന്ധ്യ എന്ന് പറഞ്ഞ അവൾക്ക് ഇത് ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങള് ദൂതൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 38-ാമത്തെ തിരുവചനമാകുമ്പോ പരിശുദ്ധ അമ്മ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഈ ഹിതത്തിന് മുമ്പില്, ദൈവത്തിന്റെ ഈ കൃപയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ സഹകരിക്കുന്ന അവിടെയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ. അവള് സഹകരിച്ചു ദൈവകൃപയോട്. ക്രൈസ്തവോ, പുത്രൻ യേശു ജനിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം, കർത്താവ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളുടെ നടുവിലായിരിക്കാം. അത് എങ്ങനെയാണ് ഈ പ്രാരാബ്ധങ്ങള്, പ്രയാസങ്ങള്, കഷ്ടതകൾ നീക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിന് അറിയാം. ദൈവം അതിനൊരു വഴിയും കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ വഴിയിലൂടെ പോണം. നോക്കി, നമ്മൾ ഇവിടെ നിന്ന് ഈ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണമെങ്കിൽ കുന്നംകുളം വരെ പോകുന്നു. നമ്മൾ 1 വേ കൂടെ തിരിഞ്ഞ് നമ്മൾ പോകണം. ഈ ദിശയിലൂടെ നമ്മൾ തൃശ്ശൂർക്ക് പോകണം. നേരെ തിരിച്ച് അങ്ങോട്ട് വലത്തോട് തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാലാ നമ്മൾ എവിടെ എത്തും? അതായത് നമ്മൾ ഈ കോഴിക്കോടൊക്കെ പോണ വഴി അല്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ കോഴിക്കോട് അങ്ങനെ അപ്പുറത്തേക്ക് എത്തും. അപ്പൊ നമ്മൾ പറയണത്, ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക, എന്തോരം ഡീസലും പെട്രോളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ, എന്നിട്ട് അവിടെ എത്തിയില്ലല്ലോ. ഒരു 100 ലിറ്റർ ഡീസൽ അടിച്ചു തൃശ്ശൂരെത്തോ? കോഴിക്കോട് പോയ ഒരാള് ഒരു 10,000 ലിറ്റർ ഡീസൽ അടിച്ചു, എവിടെത്തോ? ഇതിന് 10,000 1000 ആവശ്യമില്ല. ഒരു 10 ലിറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. പക്ഷെ അതിനൊരു വഴി, ആ വഴിക്ക് പോണം. അവൻ പറയുന്നത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. നമ്മൾ പല കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ജപമാല എടുത്തപ്പോ ഞാൻ ഇങ്ങനെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലാ. ഇപ്പൊ പെട്ടെന്ന് എന്റെ ഉള്ളിൽ വേണ്ട, ഇപ്പൊ മാതാവിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ദുഃഖരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ അത് ചെയ്തു. ഞാൻ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ വായിക്കാൻ വിചാരിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ വായിക്കാനായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വരുന്നത് 3-ാം ദിവസം ഗലീലിയ ഖാനായിൽ ഒരു വിവാഹം വിരുന്ന് നടന്നു. അത് കിടക്കണത് എവിടെയാ? യോഹന്നാന്റെ സുവിശേഷത്തിലാ. ഞാൻ വിചാരിച്ചത് ഏതാ? ലൂക്കയുടെ സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ദൈവം നമ്മെ തന്നെ അങ്ങനെ വിട്ടുകൊടുത്ത് ദൈവം. അപ്പൊ അത് എനിക്കപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കും. ഇതാണ് പോകേണ്ട വഴി, ആ വഴിക്ക് ഞാൻ പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഓരോ കൊച്ചു കൊച്ചു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില്, കർത്താവെ ഞാൻ ഇതെന്ത് ചെയ്യണമെന്ന് ഈ ആഗ്രഹിക്കുന്നത് അത് ചെയ്യണം.
ഒരുപക്ഷെ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നതായിരിക്കാം, നമുക്ക് പോകുന്ന വഴികളുണ്ടാകാം. നമ്മൾ ചോദിക്കും ഈശോയുടെ, ഈശോ ഞാൻ ഏത് വഴിയെ പോകണം? ഒരു തീരുമാനം എടുക്കാൻ വരുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടാവും. നമ്മൾ ഇടപെടുമ്പോൾ എന്താ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുത്താലേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ, വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളൊരു മനുഷ്യൻ, ഈ മനുഷ്യനെ കാണാനായിട്ട് വന്നു. കാണാൻ വരുന്ന സമയത്ത് എൻ്റെ ഉള്ളില് ഞാൻ വരുമ്പോൾ ഞാനിങ്ങനെ കാണാണ്, എനിക്ക് ഒരു സന്ദേശം എന്ന പോലെ 46 എന്ന് പറയുന്നൊരു അക്കം എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം അത് കുറിച്ചു വെച്ചു, 46. ഞാൻ ആദ്യം വിചാരിച്ച് വരുന്ന ഒരു ചേട്ടനാണ്, ഇദ്ദേഹത്തിന്റെ വയസ്സായിരിക്കാം എന്ത് 46. അപ്പൊ ഞാൻ 46 എന്നുള്ള അവിടെ എഴുതി അവിടെ വെച്ചു. വേറെ 1-2 സന്ദേശങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ വന്ന സമയത്ത് ഞാൻ അങ്ങനെ സംസാരിച്ച് ഈ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇദ്ദേഹം തന്നെ അങ്ങനെ പറഞ്ഞങ്ങനെ വെച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സംസാരത്തിന് എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം 46 അല്ല, ഒരു 56 അതിന് മുകളിൽ വയസ്സുള്ളൊരു മനുഷ്യനാണത്. അപ്പൊ ഞാൻ വെച്ചു, കർത്താവേ ഈ 46 എന്ന് പറഞ്ഞ് ഞാൻ കുറിച്ച് വെച്ച് പിന്നെ എന്താ? അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഇദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏകദേശം എത്ര രൂപയുണ്ടാവും കടം? അപ്പൊ ആളിങ്ങനെ പറഞ്ഞു ഒരു 46 ഉണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു 46 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും 46 രൂപ ആർക്കും കടമാണെന്ന് ആരും പറയില്ലായിരിക്കും. ഓ, എനിക്ക് 46 രൂപ കടമുണ്ട്. 460 രൂപ കടം, ഒരു 4600 രൂപ കടം എന്ന് പറഞ്ഞാൽ കടമൊക്കെ തന്നെയാണ്. എന്നാലും കടത്തിന് വെയിറ്റ് അത്രയും പോരാ. ഒരു 4,60,000 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശൊക്കെ വെയിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. 46 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു 46 കോടി രൂപ കടമുണ്ട്. ഞാൻ പറഞ്ഞ, കർത്താവേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോടീശ്വരനെ കാണുന്നത്. അന്ന് ഇദ്ദേഹം മോനെ പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ പ്രാർത്ഥിക്കണം, ഈ കാര്യങ്ങളൊക്കെ ശരിയാകണം. അപ്പൊ ഇദ്ദേഹത്തിന് ശരിക്കും അതിനേക്കാളും കൂടുതൽ ബാധ്യത ഉണ്ടായിരുന്നു. അത് പല രീതിയിലൊക്കെ അതങ്ങനെ ശരിയാക്കി അവസാനം ഇത്രയും ഇദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ ഇതുപോലെ നടന്നാൽ എന്റെ കാര്യങ്ങൾ മുഴുവൻ ശരിയാകും, ഈ വ്യക്തി ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ എന്റെ ഈ കാര്യം ശരി. അങ്ങനെ ഈ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ള പരിഹാരമൊക്കെ ആളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഈ മനുഷ്യ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നീട് എന്നോട് ഇങ്ങനെ ഈ ലിസ്റ്റൊക്കെ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ആധാരങ്ങള്, RC ബുക്കുകള് അതൊക്കെ ഞാൻ കൊണ്ടുവരാം, അച്ഛൻ വെഞ്ചരിച്ച് തരണം. അങ്ങനെ കുറെ സാധനം കൊണ്ടുവന്ന് വെഞ്ചരിച്ചു. അതേ ഈ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, അച്ഛൻ ശരിയായിട്ടില്ല. അപ്പൊ ഇദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട്, ഈ കാര്യം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീരും, മറ്റേ കാര്യം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീരും. പറഞ്ഞു, ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കാം. മനുഷ്യൻ വീണ്ടും വരും, അച്ഛൻ ശരിയായിട്ടില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. വീണ്ടും ഇതേപോലെ എന്ത് പറയും, ഈ കാര്യം ഇങ്ങനെ നടന്നാൽ ശരിയാകും, മറ്റേ കാര്യം ഇങ്ങനെ നടന്നാൽ എന്റെ പ്രശ്നം തീരും. അപ്പൊ ഇദ്ദേഹത്തിന് കുറെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള എന്റെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം മനുഷ്യൻ വന്നപ്പോ എനിക്ക് ഇങ്ങനെ പറയാനാ തോന്നിയത്, ചേട്ടാ ഇതിന്റെ പ്രശ്നങ്ങൾ ചേട്ടനുണ്ട്, ബുദ്ധിമുട്ട് ചേട്ടനുണ്ട്, അത് പരിഹരിക്കേണ്ട വഴികൾ എന്താണെന്നും ചേട്ടൻ പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലാ, ഇത്ര നാള് കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് കർത്താവ് ചെയ്തു തന്നിട്ടില്ല, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലാ. അപ്പൊ ഇദ്ദേഹം ആകാംക്ഷയോട് നോക്കിയിരുന്നു, എന്ത് ചെയ്യണ്ടേ. ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, അച്ഛൻ ഇത് ഇങ്ങനെ നടക്കാണ് കുറേ കൂടി നല്ലത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ഈശ്വരൻ ചെന്നിരിക്കുമ്പോ ഈ പറയുന്ന പരിഹാരത്തിനായിട്ടുള്ള ഗൈഡ് ലൈൻസ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയണ്ട. നമ്മുടെ കർത്താവ് അത്രയും പൊട്ടനൊന്നല്ലല്ല ഇതിനെ കുറിച്ച് എങ്ങനെ പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് അറിയാതിരിക്കാൻ. ചേട്ടൻ പ്രാർത്ഥിക്കുക, ഈശോ എനിക്ക് പ്രശ്നമുണ്ട്, എന്താ പരിഹാരം എന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം എന്താണ് അത് നടക്കട്ടെ.
അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ ഇതിങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ നല്ലത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ, വല്ലതും നടന്ന ഇല്ല. എന്നാലും ഇതന്നെ നല്ലത് അച്ഛ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇനി നിർത്ത പരിപാടി. അച്ഛൻ ബാധ്യത തീരണ്ടേ, ഞങ്ങൾ ജയിലേ പോണ്ടി വരും. ഞാൻ പറഞ്ഞു വീണ്ടും, ചേട്ടാ ഇനി പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് നാളുകളെല്ലാം കഴിഞ്ഞു. ഞാൻ ഒരു ദിവസം എന്റെ ചെക്കപ്പൊക്കെ കോയമ്പത്തൂർ പോയി ഞാൻ തിരിച്ച് ഡോക്ടറെ കണ്ടുവന്ന് എനിക്ക് ഉച്ചതിരിഞ്ഞ് കുർബാനയ്ക്ക് കയറണം. അതിന് തൊട്ട് മുമ്പ് ഈ മനുഷ്യൻ, ഞാൻ വാതിലടയ്ക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച, കർത്താവ് പെട്ടു, ഇനി വീണ്ടും ഇതെന്നെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല സാ, ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തലവേദന എടുത്ത് പോയി, ഞാൻ കിടക്കാൻ പോവാണ്, നമുക്ക് പിന്നെ സംസാരിക്കും. അച്ഛാ ഒരൊറ്റ മിനിറ്റ്. ഓ ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കണ്ടേ, ചേട്ടാ ധൈര്യമായിട്ടിരിക്കും. അതല്ല അച്ഛാ, ഒരു കാര്യം പറയാൻ വന്നതാ. പറ അച്ഛാ. എല്ലാം ശരിയായി. ഞാൻ തലവേദന മാറിയ സന്തോഷത്തോടെ ഞാൻ ഒന്ന് ചോദിക്കാം, ഒന്നുകൂടി പറഞ്ഞേ എന്തുണ്ടായേ? അച്ഛൻ പറഞ്ഞില്ല അന്ന് പ്രാർത്ഥിക്കുന്ന ഇത് മാറ്റിട്ട് മറ്റേ രീതി പ്രാർത്ഥിക്കാൻ. ഉവ്വ് അച്ഛൻ, എനിക്ക് ഭയങ്കര വിഷമായി അത്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രശ്നം ഇന്ന വ്യക്തികൾ ഇടപെട്ടാൽ ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ വന്ന് ഈ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ തുടങ്ങുന്നു. അച്ഛാ എന്റെ എല്ലാം വീടി. ഞാൻ ചോദിച്ചു, മൊത്തം 46 വീടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവകൃപയോട് സഹകരിക്കണം. ഇത് നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാനാണ്. ഞാൻ പറഞ്ഞു, ബൈബിളിൽ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ആദ്യമായിട്ട് ഈ കാര്യം പഠിപ്പിക്കുന്നത്, എന്ത് പ്രശ്നം ഉണ്ടായാലും, ഏത് പ്രയാസം ഉണ്ടായാലും, നിന്റെ ജീവിതത്തിലായാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈശോ പറയുന്നില്ലേ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദത്തിനനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം. അപ്പൊ ഈ പറയുന്ന നിന്റെ പ്രശ്നം പോലും പരിഹരിക്കാൻ കർത്താവിന് നന്മയ്ക്കായി മാറ്റാനായിട്ടുള്ള സൂത്രം ആരുടെ കയ്യിലുണ്ട്? ഈശോയുടെ കയ്യിലുണ്ട്. നമ്മൾ ചിലപ്പോഴും നിൽക്കണമെന്നറിയാം, നമ്മുടെ കയ്യിൽ വലിയൊരു ആറാലുണ്ട്. എന്ത് പ്രശ്നങ്ങൾ? അടുത്ത സെറ്റ് എന്താ? ഇത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ. നമ്മുടെ ഈശോയുടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ? കർത്താവിന് ഒരു മാനസാന്തരം സംഭവിച്ചിട്ട്, കർത്താവെ ഈ പ്രശ്നങ്ങൾ ഞാൻ വിചാരിക്കണ പോലൊന്ന് ശരിയാക്കിത്താ. കർത്താവിനറിയാം ശരിയാവില്ല. കർത്താവ് നമ്മൾ പറയണത് കേൾക്കുകയാണെങ്കിൽ ആ പരിപാടി നടക്കില്ല. കാരണം അതിലൂടെ ഇതിന് സൊല്യൂഷൻ ആവില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പൊ കർത്താവ് പറയും, മോനെ അത് വേണ്ട, വേറെ കാര്യം, ചെറിയ കാര്യമാണ്, അത് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ എളിമപ്പെടാൻ വേണ്ട, ചെറിയ കാര്യമില്ല, അത്രയും കുഴപ്പമില്ല, ഇതിങ്ങനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും ഈ പലാജിയസ് എന്ന് പറയുന്ന മനുഷ്യൻ പഠിപ്പിച്ച ഈ പഠനം പോലെ സഭ ഒരു കാലഘട്ടത്തിന് തള്ളിക്കളഞ്ഞ ഒരു ശീശുമാല ഭാഷണ്ടത് പോലെ തള്ളിക്കളഞ്ഞ് തെറ്റായ ഒരു പ്രബോധനമായി മാറിയത്. അതിന്റെ പശ്ചാത്തലം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യവും ശരിയാവാനായിട്ട് പോണില്ല. അങ്ങനെ ആരൊക്കെ ചിന്തിക്കുന്നുണ്ടോ അവർ മുഴുവൻ ഈ പലാജിയസ് എന്ന് പറയുന്ന മനുഷ്യന്റെ തെറ്റായിട്ടുള്ള പഠനത്തിന്റെ പിന്നാലെ കിടന്ന് നടക്കുന്നവരാണ്. നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചെന്താ, ഇയാൾ പഠിപ്പിച്ചത് വലിയ നല്ലൊരു കാര്യമാണെന്ന്. അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറണം. എന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ, എന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളെ കടന്നു പോകുമ്പോ, ഒരു കഷ്ടത വരുമ്പോ, ഒരു വേദന വരുമ്പോ, ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോ ഞാൻ ചെയ്യേണ്ടത് എന്താ? ഞാൻ ആ ദൈവകൃപയോട് സഹകരിക്കണം. ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പ്രളയമെല്ലാം വന്ന സമയത്ത് ഈ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട്
പക്ഷെ നിങ്ങൾ അതിന്റെ ഫോട്ടോയോ വീഡിയോയോ അതിനെ കുറിച്ച് ചില സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ നേവിയുടെ ഒക്കെ ഹെലികോപ്റ്ററൊക്കെ വന്ന് വലിയ കയറും കഷ്ണമൊക്കെ ഇട്ടു കൊടുക്കും. ഈ ആളുകൾ എന്താ ചെയ്യേണ്ടതല്ലേ? ഈ രക്ഷിക്കാനായിട്ട് ഈ മോളിൽ നിന്ന് വരുന്നതിന് അവരിവിടെ കിടന്ന് വേറെ ഞണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരൊന്ന് അള്ളി പിടിച്ച് അവിടെ നിന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ഈ കുരങ്ങൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ? തള്ളക്കുരങ്ങ് കുഞ്ഞക്കുരങ്ങനെ എന്തെങ്കിലും വിപത്ത് വരുമ്പോ ഈ കുഞ്ഞക്കുരങ്ങ് എന്താ ചെയ്യാ? വേഗം പോയിട്ട് അമ്മയുടെ ആ വയറുമ്പോ അങ്ങനെ പിടിച്ചോട്ടിരിക്കും. തള്ളക്കുരങ്ങ് അതിനെ കൊണ്ട് പിടിക്കൊക്കെ ഓടിപ്പോവും. അവസാനം ഏറ്റവും ഭദ്രമായിട്ട് സ്ഥലം വരുമ്പോ ആ തള്ളക്കുരങ്ങ് അവിടെ ഇറങ്ങി നിൽക്കും. ഒരു സ്വരൊക്കെ ഉണ്ടാക്കുമ്പോ കുഞ്ഞക്കുരങ്ങ് അപ്പെടുത്തൊക്കെ വിട്ട് ഒന്ന് നോക്കും ആദ്യം, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ അള്ളിപ്പിടുത്തം ഉണ്ടായാൽ മതി. ഈ ചേർന്ന് നിൽക്കല് മാത്രം ഉണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ശ്ലീഹ പറയും, ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവനന്തപുരം പരിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിലേക്കും മറ്റ് പ്രാർത്ഥനകളിലേക്കും കടക്കാണ്. നമ്മുടെ ജീവിതത്തില് ഇത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എൻ്റെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിന്റെ പദ്ധതിയോട് ഞാൻ സഹകരിക്കുമ്പോൾ ദൈവം എന്നെ വഴി നടത്തിക്കൊള്ളും. നമ്മളെല്ലാവരും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.